500 പിന്നെയും കുറച്ച് 500 ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗൈൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ, ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേർത്ത് വിളിച്ചു അല്ലടാ. അതൊരു പുതിയ കാര്യമൊന്നല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ, അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കടാ, ആശുപത്രി ഭാസ്കരനെ ഇറക്കണം. ഓ, ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്റെ അമ്മായിപ്പനെ ഇറക്കടാ. എന്താടത്? ഇതറിയെങ്കിൽ ഞാൻ ഡോക്ടറായനെ. ഈ ബില്ല് കൂടി ബാക്കിയുണ്ട്. ബില്ലോ? ഇനി ഏത് ബില്ല്? ബില്ലല്ലേ അടച്ചത്? ലാബിന്റെ ബില്ല് അടച്ചിട്ടില്ല. 360 രൂപ കൂടി വേണം. എന്തോര് പറഞ്ഞേ? 360 രൂപ കൂടി വേണോന്ന്. നിനക്ക് നേരത്തെ പറഞ്ഞോടായിരുന്നോ? 2 ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചതാ. അപ്പൊ എല്ലാം കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോ അടയ്ക്കാന്നല്ലേ പറഞ്ഞേ? തോന്നുമ്പോ തോന്നിയ ബില്ലോ? എന്ത് ആശുപത്രി ബ്ലേഡ് കമ്പനിയാ? നിങ്ങളുടെ കള്ളക്കളി എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ. യൂറിൻ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല, ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. ഒരു മിനിറ്റ് മോനെ സച്ചി, പോവണ്ട. നമുക്ക് ഒരു ബില്ല് കൊടുക്കണം. ഇത്രക്ക് നേരോ? ഒന്ന് പുറത്തിറങ്ങിയ ഭാസ്കരന് കാറ്റുള്ളായിരുന്നേ. ബാക്കിയുള്ളവരുടെ കാറ്റ് പോറായി. കയ്യിൽ കാശിന് 360 രൂപ എടുത്ത്. നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ. കാശേ, അതും എന്നോട്. ലാലപ്പാ, നിന്റെ വല്ലതും ഉണ്ടാടാ? എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാണുണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്തയായിട്ട് പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇനിയിപ്പോ എന്ത് ചെയ്യും?